മഹത്തായ ഈ ഭാരത സംസ്കൃതി ഇന്ന് ലോകം മുഴുവൻ യാതൊരു പ്രകാരത്തിലുള്ള പ്രലോഭനങ്ങളുമില്ലാതെ ആയുധങ്ങളുമില്ലാതെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന വസ്തുത നമുക്ക് ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാക്കും. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ശിവരാത്രി നാള് വരെ, സംക്രമം മുതൽ ശിവരാത്രി നാള് വരെ ഭാരതത്തിലെ യമുനാ നദിയുടെയും സരസ്വതിയിലെ ഒരു മതസിദ്ധാന്തത്തെയും ഒരു പ്രത്യയശാസ്ത്രത്തെയും നമുക്ക് കാണുവാൻ സാധ്യമല്ല. അത്രമാത്രം മഹത്തായ ഭാരതീയ സംസ്കൃതിയെക്കുറിച്ച് അല്പം നമ്മൾ മനസ്സിലാക്കണം. അതിന് ഒരുപാട് വിഷയങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുടെ പിഞ്ചോമനങ്ങളൊക്കെ കിടന്നുറങ്ങും. അവരുടെ ആ ഒരു സന്തോഷകരമായിട്ടുള്ള ആ ഒരു ഈ ഒരു അവസരത്തിൽ ഗ്രഹിക്കാനും അത് ഉൾക്കൊള്ളാനും പെട്ടെന്ന് സാധ്യമാകില്ല. കാരണം ശ്രീ വള്ളിയൂർക്കാവിന്റെ നാം ഓരോരുത്തരും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹാ അവസരമാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. വെള്ളിയാഴ്ച ത്രിസന്ധ്യയ്ക്ക് മീനസംക്രമ വേളയിൽ ശ്രീ പള്ളിയറ ഭഗവതി മാനന്തവാടി വള്ളിയൂർക്കാവിലേക്ക് എഴുന്നള്ളും. ഭഗവതി എഴുന്നള്ളി മണിമണ്ഡപത്തിൽ എത്തിക്കഴിഞ്ഞാൽ അരി അളക്കും. ഇതിന്റെ പുറകിലെ തത്വം ഇവിടെ ഒന്നേ പറയാനുള്ളൂ: ഭക്തി, പ്രകടിത ഭക്തിയും സമർപ്പിത ഭക്തിയും രണ്ട് വിധത്തിലും അതിലപ്പുറമുണ്ട്. ആളുകളുടെ ബാഹുല്യം നല്ലോണം അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഇന്നലെ മാരിയമ്മൻ ക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞതേ ഉള്ളൂ. എത്തും ദേവിയുടെ നടയിലേക്ക്. ഈ ഒരു സംഗമ നിമിഷം ഉദ്ഘാടനം ചെയ്യാൻ ഞാനൊരു അത്രയ്ക്കും യോഗ്യനാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, ഈശ്വരൻ പ്രത്യക്ഷ ഭാവത്തിൽ മനുഷ്യരിലാണ് കുടികൊള്ളുന്നത്. അത് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകം സത് പരബ്രഹ്മ എന്ന ബോധം നമുക്ക് വരും. ഈ വേദിയിൽ ഇങ്ങനെയൊരു അസുലഭ നിമിഷം സമ്മാനിച്ച ബോധത്തിൽ നിന്ന് അങ്ങ് വന്ന ദീപത്തെളിയിക്കാണെന്ന് പറഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ പറയാൻ ഉദ്ഘാടനം ചെയ്യണം. അപ്പോൾ ഞാൻ ഉദ്ഘാടനം ചെയ്യില്ല. കാരണം എന്താ അറിയാം, നമ്മൾ നിത്യവും നട തുറന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ആളുകളാണ്. ഉത്സവം ഒരു വാർഷിക ആചരണത്തിലൂടെ മാത്രം അനുഭവപ്പെടുന്നതല്ല പള്ളിയറ എന്നും